നിസ്കാരം ഇടക്കിടക്ക് ഒഴിവാക്കണം, നോമ്പെല്ലാം ഇടക്കിടക്ക് നിർത്തണം, നല്ലോണം തിന്നണം, കുറച്ചുറങ്ങണം. ഇതെല്ലാം അങ്ങനെ പറഞ്ഞു കൊടുത്ത് നമ്മളോടാ ഇതാരൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്താ കഥ? പറയാൻ എന്താ കഥ? ഇതങ്ങ് പറഞ്ഞപ്പോ അല്ലാഹു നബി ഇബ്ലീസ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ സത്യത്തിന്റെ വഴിയിൽ മുള്ളു കൊണ്ടിടാൻ വന്ന പെരും കള്ള, എനിക്ക് നിന്നെ അറിയടാ, നീ ഇബ്ലീസല്ലേ ഇബ്ലീസല്ലേ എന്ന് പറഞ്ഞപ്പോ ഇബ്ലീസ് ഇറങ്ങി ഒറ്റ ഓട്ട, ഞെട്ടിപ്പോയ പോലെ മന്ദിക്കണം. മന്ദിരം വലിയ മന്ദിരക്കാരാണ്, ഭയങ്കര മന്ദിരാണ്. മുസൈലിമിനൊക്കെ മന്ദിരിച്ചു കളയും. കള്ളപ്രവാചകൻ മുസൈലിമിന്റെ മുന്നിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് പെണ്ണുങ്ങൾ പറഞ്ഞ പോലും എബി ഒന്ന് മന്ദിരിച്ചായിരുന്നു, ഒരൊറ്റ കുത്ത് എന്തോ ചെയ്തിട്ട് ചെക്കൻ മരിച്ചുപോയി. അതാണ് ഓന്റെ കറാമത്ത്. അപ്പോ ഇബ്ലീസ് ഇറങ്ങി കുടിക്കണം, ഇബ്ലീസ് ഇറങ്ങി കുടിക്കും. അല്ലാഹു നബിയോ സുജൂദിൽ വീണു, പടച്ചോനെ ഇബ്ലീസിനെ തിരിച്ചറിയാൻ എനിക്ക് തൗഫീഖ് നൽകിയ റബ്ബേ നിനക്ക് സ്തുതി. അല്ലാഹു നബി നോമ്പും നിസ്കാരവും ഇബാദത്തും പ്രബോധനവും ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി. മംഗലം കഴിക്കേണ്ട പ്രായം കഴിഞ്ഞിട്ട് മംഗലം കഴിക്കുന്നില്ല, വയസ്സായിട്ട് മംഗലം കഴിക്കുന്നില്ല. പലരും നിർബന്ധിച്ചു അയ്യൂബ് നബിയോട് മംഗലം കഴിക്കാൻ, ഒരാളെ അക്കാര്യത്തിൽ സ്വീകരിക്കില്ല. മൂപ്പര് പറഞ്ഞ മംഗലം വേണ്ട, മംഗലം കഴിച്ചാൽ പിന്നെ ഇബാദത്തിനുള്ള ഒരു സമയം കിട്ടൂല, അതുകൊണ്ട് മംഗലേ വേണ്ട. ഐസ് വന്നിട്ട് നിർബന്ധിച്ചു, മോനെ ഇങ്ങനെ ആയാ പോരാ, നീ മംഗലം കഴിക്കണം, നിന്റെ മംഗലപ്രായം കഴിഞ്ഞുപോയി. മംഗലപ്രായം കഴിഞ്ഞിട്ടും വേണ്ടാന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഈ ഇരിക്കുന്ന ചെറിയ മക്കളോട് ചോദിച്ചു നോക്കിയാട്ടെ, മോനെ മംഗലം കഴിക്കണ്ടേ, ഇവന്റെ എല്ലാം മറുപടി എന്തായിരിക്കും അറിയാം, 2 3 എന്നായിരിക്കും. ഒന്ന് ഇവന്റെ ഇപ്പൊ തന്നെ വാട്സപ്പിലോട്ട് ഒപ്പിച്ചിട്ടുണ്ടോ? അപ്പോ അയ്യൂബ് നബി വേണ്ടാന്ന് പറഞ്ഞത്. കുറെ പറഞ്ഞപ്പോ ബാപ്പ ഞാൻ മംഗലം കഴിക്കണമെങ്കിൽ എനിക്ക് പറ്റിയ പെണ്ണ് വേണം. അപ്പൊ ബാപ്പ ചോദിച്ചു, എന്താ എന്റെ പറ്റിയ പെണ്ണിന്റെ ഷർത്ത് എന്താ? എന്നെ പോലെ നോമ്പ് നോക്കുന്ന, നിസ്കരിക്കുന്ന, പടച്ചോനെ ആഗ്രഹിക്കുന്ന, പരലോകത്തെ ആഗ്രഹിക്കുന്ന, ദുനിയാവിനെ വെറുക്കുന്ന, അല്പം മാത്രം ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു പെണ്ണുണ്ടോ പറ, ഞാൻ മംഗലം കഴിക്കാം. ഐസുമെല്ലാം മുണ്ടാണ്ട് പോയി. ഓമം പറഞ്ഞു, ഇന്ത്യ മംഗലം കണ്ടിട്ട് ഞാൻ മരിക്കണ്ടേ? ഉപ്പ വിചാരിക്കുന്നത് അയ്യൂബ് നബി ചിന്തിക്കണ പോലെ ഒരു പെണ്ണില്ലാന്നാണ്. പക്ഷേ അങ്ങനെ ഒരു പെണ്ണിനെ അമ്മ പടച്ചിട്ടുണ്ട്. അത് ആ നാട്ടിലല്ല, അങ്ങനെ ഈജിപ്ത് കൊട്ടാരത്തിൽ രാജകുമാരി, അത് അവിടെയാണ്. മിസ്രിന്റെ പൂവി അഴകിന്റെ റാണി മുഞ്ചേറുമേ, കസ്തൂരി മാറി കല്യാണപ്രായം കാണുന്നു കവിളിണയിൽ. മിസ്രിന്റെ പൂവി അഴകിന്റെ റാണി മുഞ്ചേറുമേ, കസ്തൂരി മാറി കല്യാണപ്രായം കാണുന്നു കവിളിണയെ. ഓ കാണുന്നു കവിളിണയെ. അല്ലാഹുവെ ഭയന്ന് നിസ്കാരപ്പായയിൽ നിത്യം സുജൂദിലിവൾ, അല്ലാഹുവെ ഭയന്ന് നിസ്കാരപ്പായയിൽ നിത്യം സുജൂദിലിവൾ. അരിമുല്ലപ്പൂവിൻ മധുഗണം നുകരാൻ വട്ടമിട്ട് പറക്കും വണ്ട്.